സൂറാബിയെ ഞാൻ എന്നോട് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായില്ല. ഇപ്പൊ എളാമാന്റെ ഒപ്പാണ് എപ്പോഴും. ഇപ്പാന്റെ കൂട്ടുകാരന്മാർ വരെ നമ്മളെ നാട്ടിൽ മരിച്ചിട്ട് അങ്ങോട്ടും കൂടി ഇപ്പൊ ഒന്ന് വന്നു നോക്കിയിട്ടില്ല. അത് ഉമ്മാനെ കാണിച്ചിട്ടാണല്ലോ വരാതിരിക്കേണ്ടത്. ഞാൻ അമ്മാക്ക് ഇപ്പൊ വിളിച്ചതന്നെയല്ല, വിളിച്ച അമ്മാക്ക് തന്നെ പറയാനുള്ളൂ. നമ്മളെന്തായാലും കാട്ടി മക്കള്. അപ്പൊ നമ്മളെപ്പാക്ക് നമ്മളോട് നല്ല സ്നേഹമില്ലേനോ? ഇപ്പൊ ഈ പെണ്ണ് കെട്ടിയിട്ടല്ലേ ഇപ്പാക്ക് ഈ സ്നേഹമൊക്കെ കുറഞ്ഞത്. അതുമല്ല, എന്റെ കുഞ്ഞോനിപ്പോ 2 വട്ടം കല്യാണം വന്നു. ആ 2 കല്യാണം മുടങ്ങി. അപ്പൊ കാരണം ചോദിച്ചു നോക്കുമ്പോ എന്താ വെല്ലിപ്പ പെണ്ണിട്ടിരുന്നത്. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു വെല്ലിപ്പല്ലേ പെണ്ണിട്ട്, അതിനിപ്പോ എന്താ മുടക്ക്? വെല്ലിപ്പ പെണ്ണിട്ട് വെല്ലിപ്പാന്റെ താമസം മക്കൾക്കും ഉണ്ടാവുന്ന പറഞ്ഞത്. മാനുവൊക്കെ പരില വന്നിരുന്നു. ഇപ്പ ഇമ്മാക്ക് ചെലവിന് കൊടുക്കണില്ല, അതിന് ഇമ്മാനെ കൊണ്ട് ഒപ്പിട്ടിട്ട് കാണ്ടേ ഒരു കേസ് കൊടുക്കണം എന്ന് പറഞ്ഞു കാണ്ട് ഇമ്മ ഒപ്പിട്ട് കൊടുത്തിട്ടൊന്നുമില്ല. ഇമ്മ പറഞ്ഞതേ എനിക്ക് മക്കളില്ല ചെലവിന്, എന്റെ അയാളെ ചെലവൊന്നും ഉച്ച മാണ്ടാന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇമ്മ പറഞ്ഞാൽ എന്താ തെറ്റ്? 2 പോത്തോളത്ത് 2 മക്കളുണ്ടായിട്ട് ഇപ്പാന്റെ പൈസ ഇട്ടിട്ടാണ് അമ്മക്ക് ചെലവിനാ ചെയ്യാന്? നിങ്ങൾ മക്കളാണ് കൊടുത്താ പോരെ? സത്ത മനസ്സങ്ങൾ ഈ പറഞ്ഞത്. ഇമ്മാക്ക് പിന്നെ എപ്പനല്ലേ ചെലവിന് കൊടുക്കാനുള്ളത്? ഇല്ല, ഇനിയിപ്പൊ നിങ്ങൾ പെണ്ണിട്ടി എന്റെ മക്കളെ കാത്തിക്കാൻ പറ്റും എനിക്ക്? നിങ്ങളല്ലേ വരേണ്ടത്. ഞാനാ പറഞ്ഞിരിക്കാണ്ട് നിങ്ങളത് കാര്യത്തിലാക്കാൻ നിൽക്കണം കേട്ടോ. നിങ്ങൾ അമ്മ സകാ താമസം നിങ്ങളുണ്ടാവും നിൽക്കണ്ട.